അത് കൃത്യമായി സമർത്ഥരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവരെല്ലാം കുറ്റക്കാരുടെ പേരില്ല. ആരൊക്കെ ആയിരുന്നാലും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുടെയും പ്രശ്നമില്ല. ആരും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. 17-ാം തീയതി ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ വാർത്ത 19-ാം തീയതി പ്രതിപക്ഷ നേതാവ് സഭയിൽ പറയാണ് 4 കിലോ സ്വർണ്ണം അടിച്ചു മാറ്റിയെന്ന്. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറഞ്ഞു അത് റിപ്പീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തുമ്പോൾ ഇത് തമ്മിലുള്ളൊരു ബന്ധവും നമ്മൾ പരിശോധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും സ്വരം ഒരേ രൂപത്തിൽ വന്നു. അല്ല, അത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധിക്കട്ടെ. ഇപ്പം പുതിയ അന്വേഷണം നടക്കുമ്പോൾ അറിയാമല്ലോ. ആ അന്വേഷണം വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചിട്ട് ഇപ്പോൾ ഉണ്ടെന്നുള്ളത് നമ്മുടെ മുമ്പിൽ വേറെ തെളിവ് ഹാജരാക്കാനില്ല. പക്ഷേ ഈ സംസാരങ്ങൾ ഇങ്ങനെ നടന്നിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. കൃത്യമായി അത് പരിശോധിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് വെളി വരുമ്പോൾ ആരൊക്കെ ഈ ഗൂഢാലോചന ഉണ്ട്, എങ്ങനെയൊക്കെ വന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വെളിപ്പെടണം. ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 1998 വിജയമല്ലി ഈ പറയുന്ന സ്വർണ്ണപ്പാളി പൂശിയ അല്ലെങ്കിൽ സ്വർണം പൂശിയ ഈ പാളികൾ കൊടുത്തു എന്ന് പറയുന്നത് ദ്വാരകപാലക ശില്പം. അന്ന് മുതലുള്ളത് ഈ കാലഘട്ടം മുതലുള്ള മൊത്തം അന്വേഷിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം പകൽ പോലെ വെളിയിൽ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഏതൊക്കെ കാലഘട്ടത്തിൽ ആരുടെയൊക്കെ ഭരണരംഗത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുമ്പും ചില വിവാദങ്ങൾ വന്നിരുന്നല്ലോ. ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി UDF ഗവൺമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ സഹോദരനും ചേർന്ന് അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നുകൊണ്ട് ചെയ്ത വലിയ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരികയും അത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുകയും അത് പത്രങ്ങളെല്ലാം വരികയും അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. അതുകൂടി അന്വേഷിക്കട്ടെ, എല്ലാം കൂടെ ചേർത്ത് വരട്ടെ. ശബരിമലത്തെ ഒരു തരി പൊന്നു പോലും ഒരു രൂപ പോലും നഷ്ടപ്പെടാൻ അനുവദിച്ചുകൂടാ. ആരെങ്കിലും അത് കൈ മുട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വെപ്പിക്കാനും നടപടി സ്വീകരിക്കാനും ഇന്ന് നമുക്ക് കഴിയും. അതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2019 ബോർഡ് തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ നടപ്പാക്കിയ ഉദ്യോഗസ്ഥന്മാർ അത് നടപ്പാക്കിയ രംഗത്ത് വീഴ്ചയുണ്ട് എന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യത്തിൽ കോടതി കൂടുതൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡിൻ്റെയും ഗവൺമെൻറ് നിലപാട് ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചു. കോടതി അതനുസരിച്ച് തീരുമാനം എടുക്കുകയും ചെയ്ത് സ്വാഗതം ചെയ്യുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ്. അതിൻ്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യേണ്ടത് ബോർഡാണ്. അതിലെ മെയിൻ്റനൻസ് ആയിരുന്നാലും സ്വർണ്ണപ്പാളിയുടെ മെയിൻ്റനൻസ് ആയിരുന്നാലും അവിടുത്തെ നിത്യാന പൂജയുടെ പ്രശ്നങ്ങൾ, തന്ത്രികളുടെയൊക്കെ നിർദ്ദേശാനുസരണം ഇതെല്ലാം സംഘടിക്കുന്നതിൻ്റെ ഭരണപരമായ ചുമതല എല്ലാം ദേവസ്വം ബോർഡിനാണ്. അതിൽ ദേവസ്വം വകുപ്പ് ഇടപെടാറില്ല.